യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ പ്രതികരിക്കുകയാണ് മാധ്യമങ്ങളുടെ വയനാട്ടിൽ. അത് മത്സരിക്കുന്നതിനും വിജയിക്കുന്നതിനും പാർലമെൻറ്റിലേക്ക് പോകുന്നതിനും വേണ്ടിയാണ്. അത് എതിരാളി ആരെയെന്ന് നോക്കിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇപ്പം BJP സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പയിനുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനവുമായി ഞങ്ങൾ വളരെ മുന്നിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ആ പ്രവർത്തനം കുറേ കൂടി തീവ്രമായിട്ട് ഇനി വരുന്നത്, കാരണം കുറച്ച് ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ നടത്തും. എത്രമാത്രം മുന്നേറ്റം സാധ്യമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്? എഗെയിൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഈ ആദ്യ ദിവസം ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം കുറേ കൂടി ശക്തമായിക്കൊണ്ട് നമ്മൾ ജയിക്കുമെന്നുള്ള അത്രയും ഓപ്പണായിട്ട് പറഞ്ഞ് ജനങ്ങൾ വരികയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഫൈനലി വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. ഇന്ന് നിലവിലുള്ള ഒരു സാഹചര്യം, വോട്ടർമാരുടെ പ്രതികരണം, അതൊക്കെ ഞങ്ങൾക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്നുള്ളതാണ്. സുരേന്ദ്രൻ ഒരു തരത്തിലുള്ള വെല്ലുവിളിയും ആകില്ല എന്നുള്ളത് തന്നെയാണോ പറയുന്നത്? അല്ല, വോട്ട് വീതം ഉൾപ്പെടെയുള്ള നോക്ക് പരിശോധിക്കും. ഞങ്ങൾ ഈ മണ്ഡലത്തിലെ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തീരുമാനിക്കുക. നിങ്ങളിങ്ങനെ ഓരോരുത്തർക്കും ഇത്ര ശതമാനം ഇവർക്കോട്ട്, ഇത്ര ശതമാനം അവർക്കോട്ടെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വീതം വെച്ച് നിന്നാലും ഫൈനലി ഇത് ഇലക്ടറേറ്റ്, ഇത് വോട്ടർമാരാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവരുടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ദേശീയ രാഷ്ട്രീയം കൂടി അവർ പരിശോധിക്കും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പരിശോധനകൾ ഇവിടുത്തെ വോട്ടർമാർ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു മുൻതൂക്കം ലഭിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. അതാണ് ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ, മാർച്ച് മാസം 1-ാം തീയതി മുതൽ ഈ ജനങ്ങളുടെ പ്രവർത്തിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. പ്രചാരണ രംഗത്ത് താങ്കൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്, കാരണം എല്ലാ പഞ്ചായത്തുകളിലും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ. അത് എത്രത്തോളം ആണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? അതാ ഞാൻ പറഞ്ഞ, ഈ ഞങ്ങൾ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനം ആരംഭിച്ചത്? ഇന്ന് ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് ജനങ്ങളോട് കുറേ കൂടി പറഞ്ഞ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേർന്ന് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളിലേക്ക്, താങ്കൾ തന്നെ സൂചിപ്പിച്ച എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി ഞങ്ങൾക്ക് ഒരു കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ.